9th സ്റ്റാൻഡേർഡിലെ ബയോളജിയുടെ പുതിയൊരു ചാപ്റ്റർ, അതായത് നമ്മുടെ 4th ചാപ്റ്റർ ബ്രീത്തിങ് ഫോർ എനർജി. അതാണ് ഇന്നത്തെ വിക്ടേഴ്സ് ചാനൽ കൂടി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളായ ഫസ്റ്റ് ചാപ്റ്ററിൽ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ പ്ലാന്റ്സിനെ കുറിച്ചാണ് പഠിച്ചതെങ്കിൽ സെക്കൻഡ് ചാപ്റ്ററിൽ ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാങ്ക് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഡൈജസ്റ്റീവ് ഓർഗൻസിനെ കുറിച്ചും അവിടെ വെച്ച് ഫുഡിനുണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ചും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. തേർഡ് ചാപ്റ്ററിൽ സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു സെൽസ്. അങ്ങനെ നമ്മുടെ 4th ചാപ്റ്ററിലേക്ക് നമ്മൾ വരികയാണ്. ബ്രീത്തിങ് ഫോർ എനർജി. പല ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നതിന് എനർജി ആവശ്യമുണ്ട്. എവിടെ നിന്നാണ് നമുക്ക് എനർജി കിട്ടുന്നത്? നാം കഴിക്കുന്ന ഫുഡിൽ നിന്ന്, നമ്മളുടെ ബോഡിയിലെത്തുന്ന ന്യൂട്രീഷൻസിൽ നിന്ന്. പക്ഷേ ആ ന്യൂട്രീഷൻസ് മാത്രമുണ്ടെങ്കിൽ നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമോ? നമ്മുടെ ടെസ്റ്റിൽ പേജ് നമ്പർ 47 പറയുന്നു, എനർജി ഫോർ ഡൂയിങ് വർക്ക് ഈസ് റിലീസ്ഡ് ഇൻ ദി സെൽസ്. നമുക്ക് എനർജി റിലീസ് ചെയ്യുന്നത് സെൽസിൽ വെച്ചാണ്. എങ്ങനെ? എലോങ് വിത്ത് ന്യൂട്രിയൻസ്. ഓക്സിജൻ ഈസ് എസെൻഷ്യൽ ഫോർ ദിസ്. ന്യൂട്രിയൻസിനോടൊപ്പം നമുക്ക് എന്തുകൂടി എസെൻഷ്യൽ ആണ്? ഓക്സിജൻ കൂടി എസെൻഷ്യൽ ആണ്. സെല്ലിൽ എങ്ങനെയാണ് ന്യൂട്രിയൻസ് എത്തുന്നത് എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി ആ ന്യൂട്രിയൻസിനോടൊപ്പം നമുക്ക് എന്തുകൂടി വേണം? ഓക്സിജൻ കൂടി. എവിടെ നിന്നാണ് ഈ ഓക്സിജൻ കിട്ടുന്നത്? നമുക്കറിയാം, നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് എയറിൽ ഓക്സിജൻ ഉണ്ട്. ആ അറ്റ്മോസ്ഫിയറിക് എയറിൽ നിന്നും ഓക്സിജനെ നമുക്ക് നമ്മളുടെ ഓരോ സെല്ലിലേക്കും കൊണ്ടെത്തിക്കണമെങ്കിൽ അവിടെ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രീത്തിങ്ങിന് വേണ്ടി, ഓക്സിജൻ അബ്സോർവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബോഡിയിലുള്ള സിസ്റ്റമാണ് റെസ്പിറേറ്ററി സിസ്റ്റം. ആ റെസ്പിറേറ്ററി സിസ്റ്റത്തെക്കുറിച്ചും അതിൻ്റെ പാർട്സിനെ കുറിച്ചും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജൻ എങ്ങനെയാണ് നമ്മുടെ സെല്ലിൽ എത്തുന്നത് എന്നും സെല്ലിലെത്തിയാൽ ന്യൂട്രിയൻസിനോടൊപ്പം ചേർന്ന് എങ്ങനെയാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നും നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ദ റെസ്പിറേറ്ററി സിസ്റ്റം ഹെൽപ്പ് ടു ടേക്ക് ഓക്സിജൻ ഫ്രം ദി അറ്റ്മോസ്ഫിയർ എയർ ഇൻ ടു ദി ബോഡി. നമ്മൾക്കറിയാം. ലിസ്റ്റ് ദി പാർട്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം യു നോ. നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് അത് തന്നെ എഴുതാം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സിനെ കുറിച്ച് നമുക്കറിയാം. നമുക്കറിയാവുന്ന പാർട്സിൻ്റെ ആ പേരുകൾ നമുക്ക് ഇവിടെ നിന്ന് എഴുതി നോക്കാം, ലിസ്റ്റ് ചെയ്ത് നോക്കാം. നോസ്ട്രൽസ്, നേസൽ കാവിറ്റി, ട്രക്കിയ, ബ്രോഞ്ചസ് ആൻഡ് എക്സെട്ര എക്സെട്രാസ്. ദെൻ ഇവിടെ ഒരു QR കോഡ് തന്നിരിക്കുന്നു. ഇത് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കിയാൽ കാണുന്ന വീഡിയോയിൽ നമ്മുടെ ബോഡിയിലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സിനെ കുറിച്ച് നമുക്ക് ഒരു വീഡിയോ കാണാനായിട്ട് സാധിക്കും. നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സിനെ കൂടുതൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ഗ്ലൂക്കോസിനെ അന്തരീക്ഷത്തിൽ നിന്ന് ലഭിക്കുന്ന ഓക്സിജൻ വിഘടിപ്പിച്ചാണ് ശാരീരിക പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. എങ്ങനെയാണ് അന്തരീക്ഷത്തിലെ ഓക്സിജൻ ശരീരകോശങ്ങളിൽ എത്തുന്നത്? ശ്വസന വ്യവസ്ഥയാണ് അനസ്യൂതം ഊർജ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നത്. ശ്വസന വ്യവസ്ഥ ആരംഭിക്കുന്നത് മൂക്കിലെ നാസാരന്ധ്രങ്ങൾ എന്ന സുഷിരങ്ങളിലൂടെയാണ്. ഇവിടെയുള്ള സൂക്ഷ്മരോമങ്ങളും ശ്ലേഷ്മവും വായുവിനൊപ്പം ഉള്ളിലേക്ക് കിടക്കുന്ന പൊടിപടലങ്ങളെയും രോഗാണുക്കളെയും ഒരു പരിധിവരെ തടയും. നാസാരന്ധ്രങ്ങളെ തുടർന്നുള്ള നാസഗഹ്വരം എന്ന അറ ഗ്രസനി എന്ന ഭാഗത്തേക്ക് തുറക്കുന്നു. ഗ്രസനിയിൽ നിന്നാണ് ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്നത്. ഗ്രസനിയെയും ശ്വാസകോശത്തെയും ബന്ധിപ്പിക്കുന്ന കുഴലാണ് ശ്വാസനാളം. ഇതിന്റെ തുടക്കത്തിൽ
ശബ്ദം പുറപ്പെടുവിക്കാൻ സഹായിക്കുന്ന സ്വനപേടകം ഉണ്ട്. ഇതിനു മുകളിലുള്ള ക്ലോമപിധാനം ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്നു. ശ്വാസനാളത്തിന്റെ ഭിത്തി സി ആകൃതിയിലുള്ള തരുണാസ്ഥി നിർമ്മിതമായ അപൂർണ വലയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നു. ഇതിനുള്ളിലെ ശ്ലേഷ്മവും സീലിയകളും അന്യവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുന്നു. ശ്വാസനാളം 2 ശ്വസനികളായി പിരിഞ്ഞ് 2 ശ്വാസകോശങ്ങളിലേക്കും പ്രവേശിക്കുന്നു. ഓരോ ശ്വസനിയും വീണ്ടും ശ്വസനികകളായി പിരിയുന്നു. ശ്വാസകോശങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന പ്ലൂറാ സ്തരത്തിനുള്ളിലെ പ്ലൂറാദ്രവം ശ്വാസകോശം വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന കർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഓരോ ശ്വസനികയും ഓരോ വായു അറകളിൽ പ്രവേശിക്കുന്നു. വായു അറകളെ പൊതിഞ്ഞ് ധാരാളം അതിസൂക്ഷ്മ രക്തക്കുഴലുകൾ ഉണ്ട്. വായു അറകൾ ശ്വാസകോശങ്ങളുടെ പ്രതല വിസ്തീർണം വർദ്ധിപ്പിച്ച് വാതക വിനിമയ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. ഇവിടെ പേജ് നമ്പർ 48 നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ കുറിച്ചുള്ള ഒരു പടം തന്നിരിക്കുന്നു. അതിലെ പാർട്സ് ഇവിടെ ഓരോന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫങ്ഷൻസ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നു, ലിസ്റ്റ് പാർട്സ് ഓഫ് ദി റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് റൈറ്റ് ഇറ്റ്സ് പെക്യൂലിയാരിറ്റി. ഇവിടെ ഒരു ടേബിളൊക്കെ തന്നിട്ടുണ്ട്. ടേബിൾ വരച്ചെഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്താണ് അതിൻ്റെ പെക്യൂലിയാരിറ്റി എന്ന് നോക്കാം. റെസ്പിറേറ്ററി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ നോസ്ട്രിൽ നിന്നാണ്. എന്താണ് അതിൻ്റെ ഫങ്ഷൻ? ആൻ ഓപ്പണിംഗ് ത്രൂ വിച്ച് എയർ പാസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി ബോഡി. നോസ്ട്രിൽസിൻ്റെ തുടർച്ചയായിട്ട് കാണുന്നു നേസൽ ക്യാവിറ്റി. ഈ കാണുന്ന റെഡ് കളറിൽ കാണുന്ന പാർട്ടാണ് നേസൽ ക്യാവിറ്റി. എന്താണ് അതിൻ്റെ ഫങ്ഷൻ? ദ ക്യാവിറ്റി വിച്ച് കണക്ട് ദി നോസ്ട്രിൽസ് വിത്ത് ദി ഫാരിങ്സ്. നോസ്ട്രിൽസിനെയും ഫാരിങ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ക്യാവിറ്റിക്കാണ് എന്ത് പറയുന്നത്? നേസൽ ക്യാവിറ്റി. അതിനുശേഷം വരുന്നത് ഈ ബ്ലൂ കളറിൽ കാണുന്ന ഈ പാർട്ടാണ്. നേസൽ ക്യാവിറ്റിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നു. പേര് ട്രക്കിയെ. എന്താണ് അതിൻ്റെ ഫങ്ഷൻ? എ ലോങ് ട്യൂബ് സ്ട്രെങ്തൻഡ് ബൈ സി ഷേപ്ഡ് cartilaginous rings. Cartilaginous rings help trachea to remain open always. ഈ കാണുന്ന കുഴല് എല്ലായ്പ്പോഴും ഓപ്പൺ ആയിരിക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാർട്ടിലിജീനിയസ് റിങ്സ് കൊണ്ട് നിർമ്മിച്ച ട്രക്കിയയാണ് നമ്മൾ കണ്ട അടുത്ത പാർട്സ്. ഈ ട്രക്കിയയുടെ എൻഡിൽ അത് 2 ബ്രാഞ്ചസ് ആയിട്ട് മാറും. ഓരോ ബ്രാഞ്ചും ഓരോ ലങ്സിനുള്ളിലേക്ക് കടന്നു പോകും. ആ ബ്രാഞ്ചിന് എന്ത് പേര് പറയുന്നു? ബ്രോഞ്ചസ് എന്ന് പേര് പറയും. എന്താണ് ബ്രോഞ്ചസിന്റെ പ്രത്യേകത? ബ്രാഞ്ചസ് ഓഫ് ട്രക്കിയെ വിച്ച് എൻ്റർ ദി ലങ്സ് സപ്പോർട്ടഡ് ബൈ കാർട്ടിലിജീനിയസ് ബ്രോഞ്ചിയൽ റിങ്സ്. അങ്ങനെ ഈ ലങ്സിലേക്ക് എത്തുന്ന ആ ബ്രാഞ്ചിനാണ് എന്ത് പേര് പറയുന്നത്? ബ്രോഞ്ചസ്. ഈ ഓരോ ബ്രോഞ്ചസും ലങ്സിന് എത്തിയതിനു ശേഷം വീണ്ടും ലെഗ്സ് ഓഫ് മൈന്യൂട്ട് ബ്രാഞ്ചസ് ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ഓരോ സബ് ബ്രാഞ്ചസിനും പറയുന്ന പേരാണ് ബ്രോഞ്ചിയോൾ. ദ ടെർമിനൽ ബ്രാഞ്ചസ് ഓഫ് ബ്രോഞ്ചെ ദാറ്റ് ഓപ്പൺ ടു ദി ആൽവിയോളെ. There are no cartilaginous rings in the bronchioles. എന്താണ് ബ്രോഞ്ചിയോൾസിന്റെ പ്രത്യേകത? ദാറ്റ് ഓപ്പൺ ഇൻ ടു ദി ആൽവിയോൾ. ഈ ബ്രോഞ്ചസിന്റെ എൻഡാണ്. അത് എവിടേക്ക് ഓപ്പൺ ചെയ്യുന്നു? ആൽവിയോളെ. ദാറ്റ് മീൻസ് വായു അറകളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ലക്ഷോപലക്ഷം വരുന്ന മൈന്യൂട്ട് സബ് ബ്രാഞ്ചസിന് പറയുന്ന പേരാണ് ബ്രോഞ്ചിയോൾസ്. ദെൻ ആ ബ്രോഞ്ചിയോൾസ് വന്ന് എൻഡ് ചെയ്യുന്ന പാർട്ടാണ് ആൽവിയോളെ. ആ ആൽവിയോളെ എൻലാർജ് ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുന്നു.
അറകൾ പോലെ കാണപ്പെടുന്നു. ഇവിടെ നോക്കി ആൽവിയോളി. എന്താണ് എൻ്റെ ഫങ്ഷൻ? ഡെലിക്കേറ്റ് എയർ സാക്സ്. എയർ സാക്കുകളാണ്. അതോടൊപ്പം തന്നെ ഇലാസ്റ്റിക് ഇൻ നേച്ചർ, seen in the tip of bronchioles. These air sacs are surrounded by a large number of capillaries. The exchange of gases take place here. അപ്പോൾ ഇതാണ് ആൽവിയോളെ പ്രത്യേകതകൾ. നോക്കി, ഈ വരുന്ന എയർ സാക്കുകൾ, ഈ എയർ സാക്കുകളെ ഓരോന്നിനെയും കവർ ചെയ്തുകൊണ്ട് ബ്ലഡ് ക്യാപ്പിലറീസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്, ഓരോന്നിനെയും കവർ ചെയ്തുകൊണ്ട് എ ലാർജ് നമ്പർ ഓഫ് ക്യാപ്പിലറീസ് ആർ സീൻ. അതുമാത്രമല്ല, ഈ എയർ സാക്കിൽ വെച്ചാണ് എന്ത് നടക്കുന്നത്? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ടേക്ക് പ്ലേസ്. ഒന്നുകൂടി നോക്കാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, നോസ്ട്രിൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അവിടെ നിന്ന് നേസൽ ക്യാവിറ്റി എത്തുന്നു, നേസൽ ക്യാവിറ്റിയിൽ കൂടി ട്രക്കിയ എത്തുന്നു, ട്രക്കിയ 2 ബ്രാഞ്ചസ് ആയിട്ട് മാറുന്ന ആ ബ്രാഞ്ചസിന് ബ്രോഞ്ചസ് എന്ന് പേര് പറയുന്നു. ആ ഓരോ ബ്രോഞ്ചസും ഓരോ ലങ്സിനുള്ളിലേക്ക് പോവുകയും അത് വീണ്ടും സബ് ബ്രാഞ്ചുകളായിട്ട് മാറുമ്പോൾ അതിന് ബ്രോഞ്ചിയോളെ എന്നും, ആ ഓരോ ബ്രോഞ്ചിയോളയും എയർ സാക്കുകളിൽ അവസാനിക്കുന്നു. ആ എയർ സാക്കുകൾക്ക് എന്ത് പേര് പറയുന്നു? ആൽവിയോളെ എന്ന പേര് പറയും. ഈ ലങ്സിനെ കവർ ചെയ്തുകൊണ്ട് അതിന് പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടി ഒരു ഡബിൾ മെംബ്രെയിൻ കവറിങ് കാണപ്പെടുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ഡബിൾ മെംബ്രെയിൻ ദർ വി ക്യാൻ സീ എ ഫ്ലൂയിഡ് ലൈക്ക് എ സബ്സ്റ്റൻസ്. ഇറ്റ് റെഡ്യൂസ് ഫ്രിക്ഷൻ. ദാറ്റ് ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ഈസ് കോൾഡ് പ്ലൂറ. അതിൻ്റെ ഫങ്ഷൻ നോക്കി, ദ ഡബിൾ ലെയർഡ് പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ഓഫ് ദി ലങ്സ്, pleural fluid seen in between the membranous layers prevent friction. The next part, diaphragm. ഈ കാണുന്നതാണ് ഡയഫ്രം. നമുക്കറിയാം, നമ്മുടെ അബ്ഡോമൻ പാർട്ടിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് തൊറാസിക് ക്യാവിറ്റി എന്നും അബ്ഡോമിനൽ ക്യാവിറ്റി എന്നും. ഇവയെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന മസ്കുലാർ വോൾ ആണ് ഈ കാണുന്ന ഡയഫ്രം. ഇത്രയുമാണ് എന്തിനെക്കുറിച്ചുള്ള പാർട്സ്? റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതുമ്പോൾ ഈ തന്നിരിക്കുന്ന ഓരോ പാർട്സിൻ്റെയും പേരെഴുതി അതിൻ്റെ ഫങ്ഷൻസ് നമുക്ക് എഴുതി പഠിക്കാനായിട്ട് സാധിക്കും. അടുത്ത പേജിൽ, പേജ് നമ്പർ 49 ഇന്ന് നമുക്കൊരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു. തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മളുടെ വർക്ക്. കുറിച്ച് എഴുതിയിരിക്കുന്നു, കംപ്ലീറ്റ് ദി ഫ്ലോ ചാർട്ട്. നോസ്ട്രിൽസിൽ തുടങ്ങി ആൽവിയോളയിൽ തീരുന്ന പാർട്സുകൾ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ആൻസർ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നോസ്ട്രിൽസ്, കണ്ടിന്യൂഷനായി നേസൽ ക്യാവിറ്റി, ട്രക്കിയെ, ബ്രോഞ്ചസ്, ബ്രോഞ്ചിയോൾ, ആൽവിയോളെ. ഇതുവരെയുള്ള ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത ലങ്സിലേക്ക് അറ്റ്മോസ്ഫിയറിക് എയർ എങ്ങനെയാണ് പ്രവേശിക്കുന്നതെന്നും മറ്റുള്ള കാര്യങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ.